എൻ്റെ പേര് പ്രിനോ ആൻ്റണി. ഞാൻ കട്ടപ്പനയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ കഴിഞ്ഞ മാസം 26-ാം തീയതി വന്ന് ഉടമ്പടി എടുത്താണ്. ഇപ്പം ഞാൻ നിലവിൽ ഉടമ്പടി തന്നെയാണ്. ഇപ്പോൾ കറക്റ്റ് 35 ദിവസമായി. അപ്പം ഞാൻ മെയിനായിട്ട് വെച്ചൊരാവശ്യം എൻ്റെ വിസയെ പറ്റിയായിരുന്നു. അപ്പം ഞാൻ കാനഡയിൽ പഠിക്കാൻ പോകാനായിട്ട് 2021 തൊട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആദ്യമേ ഒന്ന് വിസയ്ക്ക് വെച്ചു. അത് റിജക്ഷൻ കിട്ടി. പിന്നെ അത് റിജക്ഷൻ്റെ കാരണം പറഞ്ഞത് ഞാൻ പഠിച്ച കോഴ്സുമായിട്ട് ഞാൻ എടുത്ത കോഴ്സ് റിലേറ്റബിൾ അല്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അത് റെക്ടിഫൈ ചെയ്ത് വീണ്ടും രണ്ടാമത് വിസയ്ക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ കോഴ്സ് മാറി ആ പ്രശ്നം തീർന്നു എന്നാണ് ഏജൻസിയിൽ നിന്ന് അറിയിച്ചത്. പക്ഷേ അവിടെ എനിക്ക് റിജക്ഷൻ കിട്ടി. പിന്നെ ഞാൻ എൻ്റെ നെയ്ബർ പറഞ്ഞറിഞ്ഞ പ്രകാരം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിട്ട് ഈ കഴിഞ്ഞ ഏപ്രിൽ 7-ാം തീയതി ഞാൻ വിസയ്ക്ക് വെച്ചു. അപ്പം ഈ 3-ാം തവണ വെക്കുമ്പം വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എൻ്റെ IELTS വാലിഡിറ്റി തീരാറായി. അതുപോലെ എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ സബ്മിറ്റ് ചെയ്തത് എക്സ്പയറും ആവാറായി. എൻ്റെ ഓഫർ ലെറ്ററിൻ്റെ കാലാവധിയും തീരാറായി. ഈ 3-ാം തവണ വെക്കുമ്പം അതെനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ എനിക്ക് വീണ്ടും എല്ലാം ആദ്യം തൊട്ട് തുടങ്ങണം. അതുപോലെ വീണ്ടും ഒരു 1.5 വർഷം കഴിഞ്ഞ് ഇനി എനിക്ക് പോകാനും പറ്റുള്ളൂ. അത്രയും ഒരു ടൈം ഇനി എനിക്ക് എടുക്കുമായിരുന്നു. പക്ഷേ ഈ 3-ാം തവണ വെച്ചു, പ്രാർത്ഥിച്ചു, ഉടമ്പടി എടുത്ത് ഉടമ്പടി നിന്നുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത്. ആദ്യത്തെ നിയോഗമാണ് എൻ്റെ മാതാവ് സാധിച്ചു തന്നത്. അപ്പോൾ പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് കറക്റ്റ് ഏപ്രിൽ 7-ാം തീയതി ഞാൻ സബ്മിറ്റ് ചെയ്തു. മാർച്ച്, അതായത് ഇന്നലെ രാവിലെ എൻ്റെ വിസയുടെ കൺഫർമേഷൻ എനിക്ക് വന്നു. ഇപ്പോൾ ഞാൻ നിലവിൽ പാസ്പോർട്ടും കൊണ്ട് കോട്ടയത്ത് എൻ്റെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്, സ്റ്റാമ്പ് ചെയ്ത് വരാനായിട്ട്. ആ ഉടമ്പടിയിൽ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് വീട്ടിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് കുർബാന, അതുപോലെ കുമ്പസാരം, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ ചെയ്തു പോയി. പ്രാർത്ഥന, ബൈബിൾ വായന എല്ലാം ഉണ്ടായിരുന്നു. അതുകൂടാതെ ഉടമ്പടി എടുത്ത് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടായി. അതായത് ഞങ്ങൾക്ക് പശുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പശു വീണു പോയി. അപ്പം അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിനെ രാവിലെ പൊക്കണം, വൈകിട്ട് താത്തണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ എനിക്കൊരു അനിയനുണ്ട്, അവന് മെക്കാനിക്കാണ്. അപ്പോൾ അവൻ്റെ കൈ മുറിഞ്ഞു, അവൻ്റെ ഒരു 4 സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ അങ്ങനെ പല പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ അതെല്ലാം ഒന്നൊന്നായിട്ട് തീർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഒരു ദിവസം അത് മുടക്കാൻ എന്നുള്ള ലെവലിൽ വന്ന പോലെ എനിക്ക് തോന്നി പേഴ്സണലി. പക്ഷേ ഞാൻ പിടിച്ചു നിന്നു. ഇപ്പം വരെയും കറക്റ്റായിട്ട് അത് പാലിച്ചു പോകുന്നു. ഇനിയും പാലിക്കും, കറക്റ്റായിട്ട് ഉടമ്പടി കംപ്ലീറ്റും ചെയ്യും. ഈ വിശുദ്ധിയിൽ നിന്ന് ഞാൻ പുറകോട്ട് പോകത്തുമില്ല.